അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന് നമ്മളോട് ദയ തോന്നിയെങ്കിൽ അതത്രേ ദൈവത്തിന്റെ കൃപ. സ്തോത്രം. അർഹതയില്ലാത്ത ആരോടെങ്കിലും ആർക്കെങ്കിലും ദൈവത്തിന്റെ ദയ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദയ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതത്രേ ദൈവത്തിന്റെ കൃപ. എന്താണ് ഇവിടെ പത്രോസ് കൃപയെന്ന് അർത്ഥമാക്കുന്നത്? അന്യരും പരദേശികളുമായിരുന്ന നമ്മെ, സ്തോത്രം, ദൈവ ജനവും ദൈവ മക്കളും അല്ലാതിരുന്ന നമ്മെ, സ്തോത്രം, ജാതികളായിരുന്ന നമ്മെ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ഒരു ദൈവ പൈതലാകാൻ, ഒരു ദൈവ മക്കളാകാൻ, ആമേൻ, സ്തോത്രം, ആമേൻ, നിത്യതയുടെ അവകാശി ആയി തീരാൻ പിതാവായ ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്ക്, നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ ശാപങ്ങൾക്ക്, ആമേൻ, മറുവിലയായി നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം അനുഭവിക്കേണ്ട സ്ഥാനത്ത്, നാം തകരേണ്ട സ്ഥാനത്ത് നമുക്ക് പകരം തൻ്റെ ഓമന പുത്രനായ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ, ആമേൻ, 2024 വർഷങ്ങൾക്ക് മുൻപ് നൽകുവാൻ പിതാവായ ദൈവത്തിന് നാമൻ കാണിച്ച ആ സ്നേഹമത്രേ, ആമേൻ, ദൈവത്തിന്റെ കൃപ.